Hi friends, my name is Nitish and welcome to my channel Taylor Talks. കഴിഞ്ഞ ഒരു 2-3 വീഡിയോനകത്ത് പല സമയത്തായിട്ട് വെയിറ്റ് ലോസിനെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ വെയിറ്റ് കുറച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ഇടയ്ക്ക് കൂടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള കുറച്ചൊന്നും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് IF എന്ന് പറയുന്ന സംഭവം അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവും, ആദ്യമായി കേൾക്കുന്നവരുണ്ടാവും. എന്തായാലും ഒരു കാര്യം പറയാം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ആദ്യമായിട്ട് കേട്ടാലും ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും എല്ലാ മനുഷ്യരും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? അതത്രേ ഉള്ളൂ. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സാധാരണ ആളുടെ ലൈഫ് നോക്കാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഒരു ലഞ്ച് കഴിക്കും, ഒരു ഡിന്നർ കഴിക്കും, ചിലപ്പോൾ ഇതിനിടയ്ക്ക് സ്നാക്സും കഴിക്കും. അത് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ കിടന്നുറങ്ങുന്നവരുണ്ട്. അങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ എണീക്കുന്നു. രാവിലെ ചിലപ്പം ചായ ആയിരിക്കും പിന്നെ കുടിക്കുന്നത്. ചിലപ്പോൾ ഇടയ്ക്ക് എണീറ്റ് വെള്ളം കുടിക്കുന്നവരുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ ഫാസ്റ്റിങ്ങിൽ തന്നെ അതിനകത്ത് പെടുന്നത്. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പം ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും തമ്മിലുള്ള ടൈമും ആ ഗ്യാപ്പ് നോക്കുകയാണ്. ഒരു ആവറേജ് ഒരാൾ രാത്രി 9 മണിക്കാണ് ഡിന്നർ കഴിക്കുന്നത് കരുതാം. അവർ രാവിലെ എണീറ്റിട്ട് 7 മണിക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ ഇതിനിടയ്ക്കുള്ള സമയം, ആ ഇടയ്ക്കുള്ള സമയം അപ്രോക്സിമേറ്റ്ലി 10 മണിക്കൂറാണ്. അപ്പോൾ 10 മണിക്കൂർ ആണ് അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ് ടൈം. അതിനുശേഷം ബാക്കി എത്രയാണുള്ള? ബാക്കി 14 മണിക്കൂർ. 24 മണിക്കൂറാണല്ലോ ടോട്ടൽ. ബാക്കി 14 മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ ഫുഡ് ടൈം. അതായത് അദ്ദേഹത്തിൻ്റെ ഫുഡ് വിൻഡോ എന്നുള്ളത് 14 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ 10 മണിക്കൂറുമാണ്. അപ്പം അദ്ദേഹവും ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ എന്താ ഇതിനകത്തൊരു പുതിയ കാര്യം? നമ്മുടെ പുതിയ കാര്യം ഇത്രയേ ഉള്ളൂ. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഹെൽത്തി ആവാൻ ആഗ്രഹിക്കുന്നവരും. ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ ഹെൽത്തി ആവുമ്പോൾ കുറയുന്നതാണ് തടി കേട്ടോ. തടി കുറയ്ക്കുമ്പോൾ ഹെൽത്തി ആവുമല്ല, ഹെൽത്തി ആവുന്നതിൻ്റെ ഭാഗമായിട്ട് തടി കുറയുന്നതാണ്. അപ്പോൾ തടിക്ക് പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പല വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. വൺ മേജർ കോസസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ അതൊരു ഫാറ്റ് സ്റ്റോറേജ് ഹോർമോൺ ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇൻസുലിൻ റേസ് ആവുന്നു, താഴെ പോകുന്നു, അല്ലേ? ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ലിവറിനകത്തും ഗ്ലൈക്കജനായിട്ട് സ്റ്റോർ ചെയ്യും. അതെല്ലാം നമ്മുടെ വിസറൽ ഫാറ്റ് ആയിട്ട് നമ്മുടെ വയറ് ചാടുന്നതായിട്ട് അങ്ങനെ ഫാറ്റ് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് കുറയ്ക്കണമെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലൊരു ടൂളാണ്. എങ്ങനെ? ശരീരത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ, അത് പഞ്ചസാരയായിട്ടോ റിഫൈൻഡ് ഫ്ലോർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്ഡ് ഫുഡായിട്ടോ ഇമ്മീഡിയറ്റ്ലി കാർബോഹൈഡ്രേറ്റ്സ് ഇമ്മീഡിയറ്റ്ലി എനർജിയായി മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസായി മാറുന്ന ആൾക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ ഓരോ സമയത്ത് ഇൻസുലിൻ കൂടുകയും ഓരോ പ്രാവശ്യം സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനെ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന? കുറേ സമയം നമ്മൾ ഇൻസുലിന് പണിയൊന്നും കൊടുക്കുന്നില്ല, എന്നിട്ട് മറ്റൊരു ഹോർമോൺ ആയിട്ടുള്ള, അതായത് ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ആള്, അതായത് ഇൻസുലിൻ എന്താണോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് പണി ചെയ്യുന്ന ആളാണ് ഗ്ലൂക്കഗൺ. ഗ്ലൂക്കഗൺ എന്താ ചെയ്യുന്ന? അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് എടുത്തിട്ട് പുറത്തേക്ക് എനർജി ആക്കാൻ കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കീറ്റോൺസ് എന്ന് പറയുന്ന ആളുണ്ടാവുന്നത്, അതായത് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് പോലെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്നത് കീറ്റോൺസ് ആണ്. അപ്പം ബ്രെയിനിന് ഈ കീറ്റോൺസ് വെച്ച് വർക്ക് ചെയ്യാം, ഗ്ലൂക്കോസ് വെച്ചും വർക്ക് ചെയ്യാം. ബോഡിയിലൊക്കെ കീറ്റോൺസ് വെച്ചിട്ട് എനർജി കൊടുക്കാൻ പറ്റും. ഗ്ലൂക്കോസിനേക്കാളും കുറേയും കൂടി ബെറ്റർ ഒരു ഫ്യൂൽ ആയിട്ട് കണക്കാക്കുന്ന ആളാണ് ഈ പറഞ്ഞ കീറ്റോൺസ്. അതിന് കീറ്റോസിസ് എന്നൊക്കെ പറയുന്നത്, അല്ല കീറ്റോഡായിട്ട് കീറ്റോസിസ് എന്ന് പറഞ്ഞാൽ. തൽക്കാലം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ അതെങ്ങനെ അച്ചീവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫാറ്റിനെ ബേൺ ചെയ്യിക്കണം. കാർബ്സ് കൊടുക്കാതിരിക്കുന്ന സമയത്ത്, കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കാതിരിക്കുന്നില്ല, നമ്മൾ എന്തായാലും കഴിക്കുന്നുണ്ട് പല രീതിയിൽ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ടൈമിംഗ് ഒന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 7 മണിക്ക് കഴിക്കുന്ന ഒരാൾ ലഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് കഴിക്കുന്നു, അല്ലെങ്കിൽ ഡിന്നർ 9 മണിക്ക് കഴിക്കുന്നു. അപ്പോൾ ഇവിടെ ടൈം 14 മണിക്കൂർ. കഴിക്കാതിരിക്കുന്ന സമയം 10 മണിക്കൂർ. അപ്പോൾ നമുക്ക് ആ കഴിക്കാതിരിക്കുന്ന സമയത്തിന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാം? പ്രിഫറബിളി ഒരു 16 hours 8 hours എന്ന രീതിയിൽ. അതായത് ഫാസ്റ്റിംഗ് വിൻഡോ, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയം ഒരു 16 മണിക്കൂറും നമ്മൾ എന്തൊക്കെ കഴിക്കുന്നോ നമ്മൾ 8 മണിക്കൂറും കഴിക്കുന്നു. അത് ബ്രേക്ക്ഫാസ്റ്റ് ടു ഡിന്നർ ടൈമിംഗ് നമ്മൾ 8 മണിക്കൂറിലേക്ക് ചുരുക്കുന്നു, ബാക്കിയുള്ളതിന് 16 മണിക്കൂറാക്കി വെക്കുന്നു. ദാറ്റ് ഇസ് വൺ വേ ഓഫ് ഡൂയിങ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അതിന് പറയുന്നത് 16-8 എന്ന് പറയും. ഫാസ്റ്റിംഗ് വിൻഡോ 16-8 hours ഫുഡ് വിൻഡോ. ഇതിനകത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങുന്നു. നമ്മുടെ ഈ കഴിക്കാത്ത 16 മണിക്കൂർ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഫാറ്റ് ബേണിംഗ് നടക്കും. പല മെഡിക്കൽ പുസ്തകങ്ങളിനകത്തും പല സ്ഥലത്തും എല്ലായിടത്തും പഠിക്കുന്ന ഒരു കാര്യമാണ്, ഓൾമോസ്റ്റ് ഓൾ ഫാറ്റ് ബേണിംഗ് ഹോർമോൺസ് അല്ലെങ്കിൽ ഫാറ്റ് ബേണിംഗ് പ്രോസസ് ഇസ് സീറോ അല്ലെങ്കിൽ വെരി നെഗ്ലിജിബിൾ ഇഫ് യുവർ ഇൻസുലിൻ ഇസ് പ്രസൻറ്റ്. അതായത് ഇൻസുലിൻ ഉള്ള സമയത്ത് ഫാറ്റ് ഒന്നും ബേൺ ആവുന്നില്ല. അതുകൊണ്ട് ഇൻസുലിൻ ഏറ്റവും കുറച്ച് വയ്ക്കാം. അതാണ് നടക്കുന്നത് ഫാസ്റ്റിംഗ് വിൻഡോയിലൂടെ. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന എല്ലാം ബേൺ ചെയ്യുന്നു, നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നു, അപ്പോൾ വയറ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഇതൊരു ദിവസം കൊണ്ട് പറ്റുമോ?
2 ദിവസം കൊണ്ട് പറ്റുമോ? അതെങ്ങനെയാണെന്ന് പറ്റും? ഓരോരുത്തരുടെ ശരീരം വ്യത്യസ്തമാണ്. നിതീഷിന്റെ ശരീരം ആവണമെന്നില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ശരീരം. എനിക്ക് 2 മാസം മതിയായിരുന്നു വെയിറ്റ് കുറയ്ക്കാൻ, പക്ഷെ നോട്ട് നെസസറി. ചില ആൾക്കാർക്ക് അതിൽ കൂടുതൽ വേണ്ടി വരാം. ഡിപ്പെൻസ്. അത് ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് നമുക്ക് തന്നെയാണ്. അപ്പം നമുക്കത് എങ്ങനെ മനസ്സിലാക്കുന്ന അതിനൊരു മെത്തേഡ് ഉണ്ട്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നമുക്ക് ഇതിലേക്ക് എത്താം. കാരണം ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ബുദ്ധി, ചിന്ത, എനർജി, തളർച്ച, ക്ഷീണം, ഇടയ്ക്കുള്ള തളർച്ച, ക്ഷീണം, ഡയബറ്റീസ് വരാനുള്ള സാധ്യത, അങ്ങനത്തെ ഇഷ്യൂസിനൊക്കെ, ഹാർട്ട് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത എല്ലാത്തിനും കുറയ്ക്കുന്ന ഒരു അടിപൊളി ടൂളാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഈ പറയപ്പെടുന്ന എല്ലാ അസുഖങ്ങളും, PCOD, PCOS, ഇതിനായിട്ട് എല്ലാത്തിനുമായിട്ട് ഈ ഇൻസുലിന് ബന്ധമുണ്ട്. അപ്പം അതിനെ ഒന്ന് നോർമലാക്കുന്നത് വഴി നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പം തടിയും കുറയ്ക്കാം, വേറെ കുറയുമുണ്ട്. പണ്ട് ഒരു പറയാറില്ലേ, അംഗവും കാണാം താളി ഓടിക്കാം എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാ പണിയും ചെയ്യാൻ പറ്റും, ഹെൽത്തി ആവാനും പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫോളോ ചെയ്യാം? നമ്മൾ ഒരാൾ നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇന്റർമീഡിയറ്റ് ഡയറ്റിങ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യണമെങ്കിൽ, IF ഫോളോ ചെയ്യണമെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം, അവരുടെ ബ്രേക്ക്ഫാസ്റ്റിനെ എത്ര മണിക്കാണ് അവർ കഴിക്കുന്നത് അതിനെ പതുക്കെ ഒന്ന് ഉച്ചക്കത്തേക്ക് അല്ലെങ്കിൽ ലഞ്ചിനെ അടുത്തേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, പിന്നെ ഡിന്നർ ലേറ്റായി കഴിക്കുന്നവരാണെങ്കിൽ അത് ലേറ്റ് ആവാതെ കുറച്ച് വൈകുന്നേരം കഴിക്കാൻ പറ്റിയാൽ, അപ്പോൾ അവരുടെ ഫുഡ് വിൻഡോ ചെറുതായി, അതൊരു 8 മണിക്കൂറിലേക്കായി. ഈ കഴിക്കുന്നതിന് നമുക്ക് ഇടയ്ക്കുള്ള സ്നാക്സ് ഒഴിവാക്കുകയും പിന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് ഫുഡ്സ് കുറയ്ക്കുകയും ചെയ്താൽ ഫാറ്റ്, നമുക്ക് അതിനകത്ത് ഫാറ്റ് ആഡ് ചെയ്യാം. സോ ദാറ്റ് ഫാറ്റ്, അതിനർത്ഥം ഒരുപാട് ഫാറ്റ് കഴിക്കണമെന്നല്ല. കീറ്റോജനിക് ഡയറ്റുകൾ പറയുന്നത് 70% ഫാറ്റ്, 70% പെർസെൻറ്റേജ് വഴി തോന്നുന്നേ ഉള്ളൂ. ആക്ച്വലി ദാറ്റ്സ് ഓൺലി ക്വാർട്ടർ ഓഫ് എ പ്ലേറ്റ്. അതായത് ഹാഫ് പാർട്ട് ലീഫി വെജിറ്റബിൾസ് വിത്ത് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്, അതിനകത്ത് ക്വാർട്ടർ പാർട്ട് പ്രോട്ടീൻ ആൻഡ് ക്വാർട്ടർ പാർട്ട് ഫാറ്റ്. ആ രീതിയാണ് പറയുമ്പോൾ 60 to 70%. അത് കാലറി വെച്ചിട്ട് പറയുക. കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഫാറ്റ് കഴിക്കണം എന്നല്ല ഉദ്ദേശിക്കണം. അപ്പൊ അങ്ങനെ ഒരു കാർബ്സ് കുറച്ച്, എന്നാൽ ഫാറ്റ് കൂട്ട്, പ്രോട്ടീനും മോഡറേറ്റ് പ്രോട്ടീൻ ആൻഡ് ഗുഡ് ഫാറ്റ് എന്ന രീതിയിൽ രണ്ടും ചേർന്ന് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരം പതുക്കെ ഇൻസുലിൻ്റെ ആ ഹൈക്കിനെ അല്ലെങ്കിൽ ആ സ്പൈക്കിനെ കുറച്ചിട്ട് ചെറിയൊരു റേഞ്ചിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറുകയും ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പം ഇനി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? അവർ ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ 16 മണിക്കൂർ ഫാസ്റ്റിങ്ങിനകത്ത് ഞാൻ എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കരുത്? പഞ്ചസാര ഒഴിവാക്കുക. കാർബ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് തളിച്ച് വലിച്ചു വരുന്ന ഈ പറയുന്നതിനെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ്സിന്. പിന്നെ എന്ത് കഴിക്കാം? പാല് കഴിക്കാമോ? സ്ലൈറ്റ് ആയിട്ട് ചായയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലൈറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഇറ്റ്സ് ഓക്കെ, ഒരുപാട് എടുക്കരുത്. പിന്നെ എന്ത് കഴിക്കാം? ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇതൊക്കെ കഴിക്കാം. അപ്പോൾ ബട്ടറും വെളിച്ചെണ്ണയൊക്കെ നമ്മൾ സാധാരണ ഒരാൾ കഴിക്കുന്ന രീതിയിൽ ആവണമെന്നില്ല. എന്നാലും നമുക്കൊരു ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഒന്നുമില്ല, പേര് ഭയങ്കര സംഭവമാണെന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കോഫി, അതിനകത്ത് പക്ഷേ പഞ്ചസാര ഇടുന്നില്ല. നമ്മൾ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നല്ല കോക്കനട്ട് ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അടിക്കുന്ന ഒരു സംഭവമാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അത് ഇൻസുലിൻ സർജ് കൊടുക്കുന്നില്ല, ബട്ട് അതിനകത്ത് ഒരു ഫാറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് കുറച്ച് എനർജി അത് തരുന്നുണ്ട്, കുറച്ച് കാലറി അത് തരും. പക്ഷേ ഇൻസുലിനെ അതായത് നമ്മൾ ഫാസ്റ്റിങ്ങിനെ ബാധിക്കാതെ നമുക്ക് കുറച്ച് നേരം വിശപ്പില്ലാതെ ഇരിക്കാൻ പറ്റും. പിന്നെ എന്ത് കഴിക്കാം? വെള്ളം നമുക്ക് നന്നായിട്ട് കുടിക്കാം. വെള്ളം കുടിക്കുന്നത് ഓൾവേസ് നല്ലതാണ്, വെള്ളം നന്നായി കുടിക്കണം. പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ വൈറ്റമിൻസ്, മിനറൽസ് അവർക്ക് ഇടയ്ക്കുള്ള കുറേ ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ഒഴിവാക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒരു വൈറ്റമിൻ, മിനറൽ ഒന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. അത് ഒന്നുകിൽ യു ക്യാൻ ഗോ ഫോർ എ നാച്ചുറൽ വൈറ്റമിൻ മിനറൽ ഫുഡ് സപ്ലിമെന്റ്, അത് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നമ്മുടെ ഗ്രീൻ വെജീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കാവുന്ന വേറൊരു പ്രശ്നമാണ് വൈറ്റമിൻ മിനറൽ. ഞാൻ പറഞ്ഞത് പൊട്ടാസ്യം ഡെഫിഷ്യൻസി. അപ്പോൾ പൊട്ടാസ്യം നമുക്ക് കുറേ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം വേണ്ടതാണ്. കാരണം അത് എല്ലാ കോശങ്ങളുടെയും, നമ്മൾ കോശങ്ങളുണ്ട്, കോശങ്ങളുടെ അകത്തെന്താണ് പുറത്തെന്താണ് നിൽക്കേണ്ടതെന്ന് അറിയാലോ. ഈ പൊട്ടാസ്യം നമ്മുടെ കോശത്തിനകത്തും സോഡിയം പുറത്തും ഇങ്ങനെ നിൽക്കുന്ന ഒരു ബാലൻസ് ഉണ്ട്, സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പൊട്ടാസ്യം നമുക്ക് ഈ സോഡിയം സെല്ലിൻ്റെ അകത്ത് കറക്റ്റായി കിട്ടുന്നെങ്കിൽ മാത്രമേ ഇതിന് അത് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നാ പറയുക. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഊർജ്ജത്തിൻ്റെ 30% യൂസ് ചെയ്യപ്പെടുന്നത് എല്ലാ കോശങ്ങളിലും പ്രസന്റ് ആയിട്ടുള്ള ഈ സോഡിയം പൊട്ടാസ്യം പമ്പാണ്. അപ്പോൾ അതിനകത്ത് ആ സോഡിയം പൊട്ടാസ്യം പമ്പ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം ഇത്രയും പറയുന്നുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ പൊട്ടാസ്യം ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട് ഫാസ്റ്റിങ്ങിൻ്റെ ലെങ്ത് കൂടുമ്പോൾ. അപ്പോൾ നമുക്ക് സോഡിയം പൊട്ടാസ്യം, അത് സീ സോൾട്ട് ഒരു നല്ല ഓപ്ഷനാണ്. നമ്മൾ സാധാരണ കണ്ടെങ്കിൽ നമ്മൾ കടയിൽ കിട്ടുന്ന സാധാരണ എന്താ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്ന
ശരി, അയഡൈസ്ഡ് സോൾട്ട്, അതല്ലാതെ സീ സോൾട്ട് യൂസ് ചെയ്യുക. അത് നമുക്ക് സോഡിയം ക്ലോറൈഡ് ആണ് നമ്മളെ നോർമൽ കോമൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ. പൊട്ടാസ്യം ക്ലോറൈഡ്, ഇന്ദുപ്പ് അല്ലേ, അതൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് ടു റെഡ്യൂസ് ആ പൊട്ടാസ്യത്തിന്റെ കുറവ് വരുന്നത് ഇതൊക്കെയാണ് പൊതുവെ ആൾക്കാർ പറയുന്ന സൈഡ് എഫക്റ്റുകൾ. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ വരാമെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് എൻഷുർ ചെയ്യുക. പിന്നെ എന്ത് കഴിക്കാം, ഇടയ്ക്ക് എന്തായാലും കഴിക്കുന്നത് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ല. ഈ 16 ഇടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഫാസ്റ്റ് ഡിസ്റ്റർബ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു, ബുള്ളറ്റ് പ്രൂഫ് കോഫി ഫാസ്റ്റ്. പക്ഷെ അതിന്റെ എണ്ണം എല്ലാ മണിക്കൂർ കൂടുമ്പോഴും കുടിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ജസ്റ്റ് ആ ബ്രേക്ക്ഫാസ്റ്റിനെ രാവിലത്തെ നിന്ന് ഉച്ചക്കത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന 1-2 സാധനങ്ങൾ മാത്രം എടുക്കുക. പക്ഷെ ഇതിനിടയിൽ കൂടെ പോയിട്ട് വല്ല പൊട്ടറ്റോ ചിപ്സോ മറ്റേ പെട്ടെന്ന് പടപടാന്ന് കഴിക്കുന്ന സാധനങ്ങളോ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ആഗ്രഹം മൂത്ത് കഴിച്ചാൽ കഴിച്ചോളൂ. പക്ഷെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ ഇതിനകത്ത് തെറ്റിയിട്ടുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി തുടങ്ങണമെന്ന് വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ശരീരം പറയുന്നതിനനുസരിച്ച് പോവാൻ പറ്റും. അതിനുവേണ്ടി ബോഡീനെ ട്രെയിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 3 മീൽ എ ഡേ കഴിക്കുന്നതിനകത്ത് നിന്ന് 2 മീലിലേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും, പ്രൊവൈഡ് ഇഫ് യുവർ ബോഡി സേസ് സോ. അതായത് നേരത്തെ പറഞ്ഞ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോ, 8 മണിക്കൂർ ഫീഡിംഗ് വിൻഡോ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് 18 മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോയും ബാക്കിയുള്ള 6 മണിക്കൂർ ഫീഡിംഗ് വിൻഡോയിലേക്ക് മാറുന്നതിൽ മറ്റേത് 16-8 തന്നെ നല്ല ബെനിഫിറ്റുകളുണ്ട്. പക്ഷെ 18-6 എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോഴേക്കും ദർ ആർ സർട്ടൻ അതർ ബെനിഫിറ്റ്സ്. അല്ലെ, നമ്മുടെ ബോഡിയിൽ ഇതുവരെയായിട്ട് യൂസ് ആവാതെ കിടന്ന പല സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ച് ബോഡി മസിൽസിനെ, അതായത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഫാസ്റ്റിംഗ് ചെയ്താൽ മസിൽ മാസ് കുറയോ, അങ്ങനെ ഒന്നും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. മസിൽ മാസ് കുറയില്ല. കാരണം എപ്പോൾ ഫാസ്റ്റ് ചെയ്യുന്നോ, എപ്പോൾ ഇൻസുലിൻ കുറയുന്നോ ആ സമയത്ത് ഗ്രോത്ത് ഹോർമോൺ, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ കൂടുന്നതായിട്ട് കാണാം. അത് കൂടുന്നത് ദാറ്റ്സ് മസിൽ സ്പെയറിംഗ് എന്ന് പറയുന്നത്. മസിൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സമ്മതിക്കില്ല. ഇൻസുലിൻ ആണ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ മസിൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. എന്നാൽ ഈ ഇൻസുലിൻ്റെ ആബ്സെൻസിനകത്ത് ഗ്രോത്ത് ഹോർമോൺ മസിൽസിനെ ഇൻടാക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഫാറ്റിനെ ബേൺ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുകയും മാത്രമല്ല നമ്മുടെ ബോഡിയുടെ പെർഫോമൻസിനെ കൂട്ടുക. അത് ആന്റി ഏജിങ് ആണ്, അത് നമ്മുടെ പെർഫോമൻസ് ബൂസ്റ്റർ ആണ്, ബ്രെയിൻ ക്ലാരിറ്റി കിട്ടും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർന്ന് നല്ല ഇൻഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ താഴെ ബെൽ ബൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.